ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു സദ്യയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ചേട്ടൻ പെയിൻ്റ് അടിച്ചതൊന്ന് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ 9 മണിയായതുകൊണ്ട് മോളും ചേട്ടനും പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവർ പോയിട്ട് വേണം എൻ്റെ ജോലികളൊക്കെ തുടങ്ങാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇച്ചിരി ആരോഗ്യം തോന്നുന്നുണ്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. പൊടിയടിക്കാനും ഫാൻ തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ എല്ലാം ഒന്ന് വിരിച്ച് ഇനി മുറ്റമൊക്കെ ഒന്ന് തൂത്ത് തിണ്ണയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ ഷീറ്റുകളെല്ലാം ഒന്ന് മാറ്റണം. അല്ലെ ഫാനിൻ്റെ പൊടി അടിച്ചുകൊണ്ട് എല്ലായിടവും പൊടിയായില്ലേ. അപ്പം അതെല്ലാം ഒന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സദ്യ ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, വലിയ ആഘോഷമൊന്നുമില്ല. നമ്മളിന്ന് കേക്ക് മുറിച്ചതൊന്നും എടുത്തില്ല. കേക്ക് മുറിച്ചത് മോൻ വന്നിട്ട് സന്ധ്യയ്ക്കാണ്, അല്ല വൈകിട്ട് മുറിച്ചത്, വൈകിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല. നമ്മളിന്ന് ഉണ്ടാക്കിയില്ല, ഇന്നലെ കണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ പൊടിയൊക്കെ അടിച്ച് നമ്മളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആട്ടോ ഈ എൻ്റെ ചാനലിൽ കാണിക്കുന്നത്. വേറെ അങ്ങനെ വലിയ ഇതായിട്ട് കാണിക്കാനും എൻ്റെ ജീവിത കഥകളും ഇതൊക്കെ തന്നെയുള്ളൂ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെ കമൻറ്റും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഷീറ്റുകളെല്ലാം ഒന്ന് കഴുകാടാം. ഇനി നമുക്ക് ജന്നലൊക്കെ ഒന്ന് പൊടി തുടയ്ക്കാം. പിന്നെ പെയിൻ്റ് അടിച്ചുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ ഒന്നും ഇല്ലാതെ ഒന്ന് പൊടി തുടയ്ക്കാമെന്ന് ചോദിച്ചു. ഫാനൊക്കെ തുടച്ചത് കാരണം. എന്നിട്ട് ഷീറ്റ് വിരിക്കണം, തറ തൂക്കണം. അതൊക്കെ ഇനി ഷീറ്റ് വിരിക്കുന്നതെല്ലാം ഞാൻ അടുക്കള ജോലി തീർന്നതിന് ശേഷമേ അതൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ അടുക്കള വന്ന് മേശപ്പുറം എല്ലാം തുടച്ചിട്ട് അവിടെ എല്ലാം രാവിലത്തെ പണി കഴിഞ്ഞതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പൊടികൾ. പിന്നെ മക്കൾക്ക് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കറിയൊക്കെ കൂട്ടി അവർ ചോറൊക്കെ കൊണ്ടുപോയി രണ്ടുപേരും. പിന്നെ ഇന്ന് രണ്ടുപേരൊക്കെ ലീവ് എടുക്കാൻ പറ്റില്ല. അവർക്ക് പിന്നെ കെമിസ്ട്രി അങ്ങോട്ട് എഴുതി ടീച്ചറെ കാണിക്കണമായിരുന്നു. മോന് പിന്നെ അവധി എടുക്കാൻ പറ്റത്തില്ല. കുറേ വയ്യായികയൊക്കെ വന്നപ്പോൾ ഒരുപാട് അവധിയൊക്കെ എടുത്തില്ലേ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇന്ന്. വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷമായിട്ടില്ല, ഞാൻ പറ്റില്ല, സദ്യയും കേക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലക്കറിയൊക്കെ ഒന്ന് ഉപ്പിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ കറമ്പം പൂച്ച വന്നപ്പോൾ അവൻ വെച്ച് അക്കൂനും ചക്കയും ഫുഡൊക്കെ കൊടുത്ത്. അപ്പോൾ അക്കൂനും കുറച്ച് ഫുഡ് കൊടുത്ത്, ചക്കി ഉറക്കമായിരുന്നു. അപ്പോൾ നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കാം. ഞാൻ പിന്നെ ഈ പയർ കുക്കറിയിട്ട് വേവിച്ചിട്ടാണ് പരിപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിയും പച്ചവളമൊക്കെ പിന്നിട്ട് അരപ്പരച്ച് അങ്ങ് ഉണ്ടാക്കും എന്ന് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടി. പിന്നെ അതിൽ കുറച്ച് സാമ്പാറും പിന്നെ പച്ചടി, ഇത് പച്ചടിക്ക് അരിയുന്ന കേട്ടോ. വെള്ളരിങ്ങയിട്ട് സവാളയും പിന്നെ പച്ചമുളക് ഇട്ടങ്ങ് വേവിക്കും. പിന്നെ ക്യാബേജ് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അരിഞ്ഞ് കുറച്ച് തോരൻ വയ്ക്കാം. അപ്പം തോരനും അവിയലും സാമ്പാറും മോരും ഇതൊക്കെ തന്നെയായിരുന്നു കറികളൊക്കെ. അപ്പോൾ അവിയലിനും കൂടെ അരിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് ഓരോന്നങ്ങ് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അതും അരിയൽ കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ പിന്നെ പരിപ്പ് മാറ്റിയിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് മലക്കറിയിട്ട് ഉപ്പും പൊടികളൊക്കെ ഇട്ട് അത് വിട്ടങ്ങ് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോരനുമായി അപ്പോൾ നമ്മളെ ജോലികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാക്കച്ചി വന്നു, അവൾക്ക് ഇച്ചിരി ചപ്പാത്തി കൊടുത്തു. അപ്പോൾ പാലട പായസം വയ്ക്കാമെന്ന് വെച്ച് മിക്സാണ് മേടിച്ചത്. അപ്പോൾ പാൽ തിളപ്പിക്കുന്നത്, കടുക് വറുത്ത്, എല്ലാത്തിനും കടുക് വറുത്ത് കഴിഞ്ഞാൽ ജോലി, പപ്പടവും കൂടെ വറുത്ത് കഴിയുമ്പോൾ നമ്മളെ ജോലിയെല്ലാം കഴിയും. അപ്പോൾ പപ്പടവും വറുത്ത് അപ്പോൾ പായസം അവിടെ റെഡിയായി. ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിക്കൊക്കെ വറുത്തിട്ടോ, അതിനകത്തൊന്നും കാണത്തില്ലല്ലോ മിക്സിനകത്ത്. അപ്പോൾ നമ്മൾ സദ്യയുടെ സാമ്പാർ, പച്ചടി, സലാഡ്, മോര്, തോരൻ, അവിയൽ, പരിപ്പ്, അപ്പോൾ പപ്പടമുണ്ട്. പപ്പടം വറുത്ത് വെച്ചിട്ട് പായസം റെഡിയായി. അപ്പോൾ നമ്മൾ സദ്യയെല്ലാം ചെറിയൊരു സദ്യ റെഡിയായി. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇനി നമുക്ക് കുളിക്കണം. പിന്നെ അവിടെ എല്ലാം ഷീറ്റൊക്കെ വിരിക്കണം, തൂക്കണം, തുടയ്ക്കണം. ഇവിടെ എല്ലാം ഒന്ന് കഴുകും. കാരണം എല്ലാവരും മണ്ടയ്ക്കറി കളിക്കുമ്പോൾ പൂടെ വീഴും. അപ്പോൾ പിന്നെ അവൻ്റെ പുറവും തറയെല്ലാം ഒന്ന് കഴുകിയിട്ടതിന് ശേഷം ഇനി അകത്ത് പോയി തൂക്കുകയും തുടക്കുകയൊക്കെ വേണം. ഷീറ്റും വിരിക്കാനുണ്ട്, സെറ്റിയുടെ കവർ വിരിക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച്. അപ്പോൾ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെയുള്ളൂ. നമ്മൾ സദ്യ കഴിച്ചു. പിന്നെ ചേട്ടൻ വർഷമായി പോയില്ല, പിന്നെ മോളെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മോളെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കഥ നമ്മൾ പെയിൻ്റ് അടിച്ചില്ല, അതിന് ഈ ചേട്ടൻ അടുക്കള ഒന്നും കൂടെ അടിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതാണ് നമ്മളിവിടെ എല്ലാം ഒന്ന് കഴുകി. ചേട്ടൻ വന്ന് പിന്നെ ഞാൻ ഇലക്കകത്ത് ചോറ് വിളമ്പി. അപ്പോൾ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, മക്കൾ പിന്നെ വൈകിട്ടാണ് വന്നത്. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇലക്കകത്ത് ചോറ്. ഈ ടോപ്പ് ചേട്ടൻ മേടിച്ച് തന്നേട്ടാ ഞാൻ ഇട്ടേക്കുന്നത്, വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ. അപ്പോൾ അത് കുറച്ച് ദിവസമായി മേടിച്ചിട്ട്, പക്ഷേ ഇന്ന് ഞാനങ്ങ് എടുത്തിട്ട് ഇന്നിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ സദ്യ ഒത്തിരി കറികളൊക്കെ ഉള്ളൂ, ഒരുപാടൊന്നും വെച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നു. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയിൽ നാളെ കാണുന്നതാണ് വരെ. ഓക്കേ, ബൈ.